തോരനാണ് കേട്ടോ. ഇന്നത്തെ തോരന് അത്തപ്പൂക്കളം പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ. ബീൻസ് ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ബീൻസാണ് ഞാൻ കൂടുതൽ എടുത്തു. ഒരു ക്യാരറ്റ് എടുത്ത് ചെറുതാക്കി അരിഞ്ഞു. ഇത് സോയാ ചങ്ക്സ് കുതിർത്തി വെച്ചിരിക്കുകയാണ്. ചെറിയ സോയാ ചങ്ക്സ് ആണ്. ഒരു സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക്, പിന്നെ ഒരു ചായച്ചെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, കാന്താരി മുളകാണ് കേട്ടോ. അത് നിങ്ങളുടെ പാകത്തിന് എടുത്തോ. കുറച്ച് മഞ്ഞൾപ്പൊടി. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വായോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പം വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള. ഇത് മിക്സഡ് തോരനാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മുടെ തോരന് ആവശ്യമുള്ള ഉപ്പിട്ട്, വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഇത്ര ഒന്ന് വാടി വന്നപ്പം ബീൻസും ക്യാരറ്റും സോയാബീനും എല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്ന് തട്ടി കൊടുക്കാവേ. ഇതൊരു മിക്സഡ് തോരനാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് കിഴങ്ങ് ചേർക്കാം, ചെറുതായിട്ട് അരിഞ്ഞ്. എന്തൊക്കെ വെജിറ്റബിൾസ് ഇതിനോട് ചേരുന്നോ അതൊക്കെ ചേർക്കാം. ഇനി ഒന്ന് ചെറു തീയിൽ ഒന്ന് മൂടി വെച്ചോ. ഇങ്ങനെ ഇരുന്നൊന്ന് വെന്തോട്ടെ. നമ്മുടെ ഈ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, ഒന്ന് വെന്തതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് അത് 3-4 പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുത്താണ്. അതുകൊണ്ട് ഇതിന്റെ ഒപ്പം തന്നെ ഉള്ളതേ ആവത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് തേങ്ങയും ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരും. നമ്മുടെ തേങ്ങയൊക്കെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു ലേശം വെള്ളവും കൂടെ ഞാൻ അതിനകത്ത് ചേർത്തേ. നമ്മുടെ തോരൻ നോക്കാം, ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഒട്ടും വെള്ളം ഒഴിച്ചില്ല. സവോളയുടെയും പിന്നെ ഇതിനകത്തെയൊക്കെ ജലാംശം അങ്ങ് വറ്റും. അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. ഇനി നമ്മുടെ ഈ അരപ്പിനും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ, അതും കൂടെ ചേർന്ന് അതിന്റെ ആ ഒരു ജലാംശം കൂടെ ആകുമ്പോൾ ഇതിന് പാകത്തിനെല്ലാം വേവാകും. നോക്കിയേ, ഈ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒതുക്കി വെച്ചേക്കുന്ന നല്ലൊരു അടിപൊളി മിക്സഡ് തോരനാണ് ഇത് കേട്ടോ. ഇതിനി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളിയാ. മെഴുക്കുവരട്ടി പോലെയൊക്കെ ആക്കി കഴിക്കാം. ഇങ്ങനെ ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ തേങ്ങയും എണ്ണയൊക്കെ കുറച്ചിട്ട് കഴിക്കുന്നത് നല്ലതാ, ചോറിന് പകരമായിട്ട്. ഇതിപ്പം ഇവിടെ ഇച്ചിരി തേങ്ങയൊക്കെ പേരൊന്നും കണ്ടില്ലെങ്കിൽ ഇവിടെ ആർക്കും പറ്റൂല. അപ്പൊ ഒന്നും കൂടെ മൂടി വെച്ച് ആവി കയറാവേ. നമ്മുടെ തോരനൊന്ന് തുറന്നു നോക്കണ്ടേ. നോക്കിയേ, അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഒരു അടിപൊളി തോരനാണിത് കേട്ടോ. എല്ലാരും ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, എല്ലാം വെന്ത് നല്ല. കണ്ടോ, സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേ. തവിയിലൊക്കെ ഇങ്ങനെ കോരി ടേസ്റ്റ് നോക്കുന്ന നല്ല രസമല്ലേ. അപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഒരു അടിപൊളി തോരൻ. സത്യം പറഞ്ഞാലില്ലേ, ഇച്ചിരി ബീൻസ്, ഒരു ക്യാരറ്റ്. ബീൻസ് മുഴുവനോടെ തോരൻ വെച്ചാൽ തികയത്തില്ല എന്ന് കണ്ടപ്പോ ഇച്ചിരി ബീൻസും ഒരു ക്യാരറ്റും പിന്നെ സോയാ ചങ്ക്സ് വേറൊരു കറിക്ക് വേണ്ടി എടുത്തപ്പോ കുറച്ച് കൂടുതലായിപ്പോയി. അതും എല്ലാം കൂടെ ചേർത്തിട്ട് ബാലൻസ് വന്ന് എല്ലാം കൂടെ ചേർത്തിട്ട് തോരൻ വെച്ചതാണ് സത്യത്തിൽ കേട്ടോ. പക്ഷെ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.